ഈ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം നിങ്ങൾ രണ്ടുപേരും പരമേശ്വർജി 40കളിൽ പൊതുരംഗത്തേക്ക് വന്നു, രാജേട്ടൻ ഏതാണ്ട് ഒരു 10 വർഷത്തിന് ശേഷം 50കളിലെത്തി. കേരളത്തിലെ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷവും ഇന്നത്തെ അന്തരീക്ഷവും എങ്ങനെയാണ് താരതമ്യപ്പെടുന്നത്? എന്താണ് ഇന്നത്തെ മാതിരിയുള്ള ജാതീയമായ പ്രശ്നങ്ങൾ പ്രകടമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിക്ക് അതീതമായി പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ നേതൃത്വവും ഇന്നത്തെ നേതൃത്വവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അന്നുണ്ടായിരുന്ന നേതൃത്വം ചരിത്രം പഠിച്ചവരായിരുന്നു, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിരുന്നവരായിരുന്നു. ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. അതൊരു കരിയറായി മാറി. അന്ന് അതായിരുന്നില്ല. അന്നത്തെ കാലത്ത് മാന്യത ഉണ്ടായിരുന്നത് ക്യാരക്ടറുള്ള വിവരമുള്ള ആളുകൾക്കായിരുന്നു. ഇന്ന് മാന്യതയുള്ളത് എങ്ങനെയും പണം സമ്പാദിക്കുന്ന ആളുകൾക്കാണ്. യു ഗെറ്റ് എ ഗവൺമെൻറ് യു ഡിസർവ് എന്ന് പറയുന്നുണ്ടല്ലോ. ജനങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഭരണാധികാരികൾ ഉണ്ടാവുക. നമ്മളിപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നു കവടിയാർ പാർക്കിൽ. അത് ഒരു അനാഥ പ്രതിമ അവിടെ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അതൊരു വലിയ പ്രതീകമാണ്. പ്രതിമ ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഒരു സ്പന്ദിക്കുന്ന പ്രതീകമായിരിക്കണം. ഇതിനെ തുടർന്നും അതിൽ നിന്ന് പ്രചോദനം കൊള്ളാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ഇപ്പോൾ കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ്റെ സ്മാരകം നിർമ്മിക്കുന്ന കാലത്ത് ചുരുക്കം ചില ആൾക്കാർ മുന്നിട്ടിറങ്ങി ആണ് അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം 150-ാം വാർഷികം, അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ സർക്കാരുകൾ തന്നെ മുൻകൈ എടുക്കുന്നു, മുന്നിട്ടിറങ്ങുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള സൂചന കാണുന്നുണ്ടോ? ഈ വിവേകാനന്ദ പ്രതിമയ്ക്ക് തന്നെ സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചു. പക്ഷെ സർക്കാരിനെ ആശ്രയിച്ചിട്ടല്ല. സർക്കാർ 15 ലക്ഷം ഉറുപ്പ്യ തന്നു, നല്ല കാര്യം. പക്ഷേ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി നമ്മൾ ചെറിയ തുകകൾ സംഭരിച്ച് അവരുടെയും പങ്കാളിത്തത്തോട് ഇത് ഞങ്ങളുടെയും കൂടിയാണ് എന്നുള്ള വിചാരം അതുണ്ടാവണം. അത് തുടർന്ന് നിലനിർത്തണം. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള അവസ്ഥ. ഞാൻ 50 കൊല്ലം മുമ്പ് പൊതുരംഗത്തിറങ്ങുന്ന അവസരത്തിലുള്ള സാഹചര്യവും ഇന്നത്തെ സാഹചര്യത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടായല്ലോ. എനിക്ക് തോന്നുന്നത് അത് ഒരു ആശയ്ക്ക് വഴി നൽകുന്നതാണ്. ഈ പോക്ക് സമൂഹത്തിലെ മൂല്യച്യുതി, ധർമ്മച്യുതി എന്നൊക്കെ ഉള്ളത് പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ഈ അപജയം നാളത്തെ ഒരു നന്മയിലേക്കുള്ള ഒരു തിരുത്തലിനുള്ള ഒരു സാഹചര്യം, ഒരു പുതിയ ഒരു യുഗപ്പിറവി, അതിൻ്റെ പ്രസവ വേദനയാണ് അനുഭവിക്കണമെന്ന് തോന്നുന്നു. പ്രഭാതത്തിന് മുൻപാണല്ലോ ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ടാവുക. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്ന് വലിയ മാറ്റം വരും. കാരണം ഭാരതത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യബോധമുള്ളിടത്തോളം കാലം ഭാരതം ജീവിക്കും. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ നേഷനും ഒരു ദൗത്യമുണ്ട്. ഭാരതത്തിൻ്റെ ദൗത്യം ഈ ആധ്യാത്മിക സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കൂടിച്ചേരലിൽ പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം.